ധർമ്മസ്ഥലയിൽ മൃതദേഹ ഭാഗങ്ങൾക്കായുള്ള തെരച്ചിൽ മൂന്നാം ദിവസവും തുടരും. ആദ്യ പോയിന്റിൽ നിന്നും തെളിവുകൾ ഒന്നും ലഭിക്കാത്തതിനാൽ മറ്റു പോയിന്റുകളിൽ തെരച്ചിൽ തുടങ്ങാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാവും പരിശോധന നടത്തുക. സാരംഗ് സുരേഷ് അവിടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, ഇന്ന് എങ്ങനെയായിരിക്കും പരിശോധനകൾ നടത്തുക? ഈ ആദ്യ പോയിന്റിൽ നിന്ന് മറ്റു തെളിവുകളൊന്നും ലഭ്യമായില്ലല്ലോ. ഈ ജീവനക്കാരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ തെളിവുകൾ എന്തെങ്കിലുമൊക്കെ ലഭ്യമാകേണ്ടതല്ലേ? സ്ഥലത്തെ മണ്ണ് പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികളെന്ന് പറഞ്ഞിരുന്നു. ആ ഫോറൻസിക് പരിശോധനയിൽ മൃതദേഹം അവിടെ മറവ് ചെയ്തതായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ? മോത്തി, ഇന്നലെ ഒന്നാം പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു തെരച്ചിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരുന്നത്. അവിടെ മൂന്നടി താഴ്ചയിൽ സാധാരണ തൊഴിലാളികളെ കൊണ്ട് കുഴിയെടുത്ത് പരിശോധന നടത്തിയെങ്കിലും കാര്യമായൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ നേത്രാവതി പുഴയുടെ തൊട്ടരികിലുള്ള പ്രദേശമായതിനാൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതേ തുടർന്നാണ് കുഞ്ഞൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് 8 അടിയോളം താഴ്ചയിൽ പിന്നീട് തിരച്ചിൽ നടത്തിയത്. അവിടെയും കാര്യമായൊന്നും കാണാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് വാസ്തവം. പിന്നീട് അന്വേഷണ സംഘം വൈകിട്ട് 5:45 അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. പിന്നീട് ഇന്ന് മറ്റ് പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നദീതീരത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി വനമേഖലയോടും അതുപോലെ തന്നെ സംസ്ഥാന പാതയോടും ചേർന്നുള്ള മേഖലകളിൽ തിരച്ചിൽ നടത്താനാണ് ഇന്നു മുതൽ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. എല്ലാ സമയവും ഈ ശുചീകരണ തൊഴിലാളിയും അവരോടൊപ്പം തന്നെ ഉണ്ട്. അദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന മേഖലകളിൽ അദ്ദേഹത്തിന് തൃപ്തിയാകും മണ്ണത്തിലുള്ള ഒരു പരിശോധന നടത്താൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനമെടുത്തിട്ടുള്ളത്. ഇന്നലെ DIGയും IG ഒക്കെ തന്നെ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തി വിവരങ്ങൾ ആരായുന്നുണ്ടായിരുന്നു. ആ ഒരു രീതിയിലുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൂടി ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു സംഘം തന്നെയാണ് അവരോടൊപ്പം തന്നെയുള്ളത്. റവന്യൂവിൽ നിന്നും ഫോറസ്റ്റിൽ നിന്നും ഫോറൻസിക് സയൻസിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്നും ആന്ത്രോളജി ഗവേഷകരടക്കമുള്ള വലിയൊരു സംഘമാണ് ഈ ഒരു തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇനി ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും തെരച്ചിൽ ഇന്നും പുരോഗമിക്കുക. മോത്തി.